ജമ്മു കശ്മീരിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ത്രാലിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. അവിടെ ഒരു ആക്രമണം ഉണ്ടാകുന്നു, അത് വനമേഖലയിൽ, അതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ തുടരുന്നുണ്ട്. 2 ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരമാണല്ലോ നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? ക്രിസ്റ്റീന, ജമ്മു കശ്മീരിലെ ത്രാലിലാണ് ഏറ്റുമുട്ടൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രാലിലെ വനമേഖലയിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. 3 ഭീകരർ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടെയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ത്രാൽ, ഈ TRF, ഒപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. കൂടാതെ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഭീകരർക്ക് സഹായം നൽകി എന്ന വിവരം ലഭിച്ചിരുന്ന പ്രാദേശിക ഭീകരൻ എന്റെ പ്രദേശം, വീടിരിക്കുന്ന പ്രദേശം കൂടിയാണ് ഈ മേഖല എന്നുള്ളത്. നേരത്തെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രാദേശിക ഭീകരവാദികൾക്കെതിരായ നടപടിയുടെ ഭാഗമായി ആദ്യ വീട് തകർത്തത് ഈ മേഖലയിലായിരുന്നു. ഈ മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭീകരവാദ സാന്നിധ്യം ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. നേരത്തെ ബുർഹാൻ വാനിയുടെ ബുർഹാൻ വാനിയുടെ ജന്മപ്രദേശം കൂടിയാണ് ഇവിടെ. തുടർച്ചയായി ഭീകരാക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. സമീപകാലത്തായാണ് ഈ മേഖലയിൽ ഭീകരവാദി സാന്നിധ്യം വീണ്ടും വർദ്ധിച്ചതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഈ മേഖല ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ച പ്രദേശം സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് ജമ്മു കശ്മീർ പോലീസിൽ നിന്നും രാഷ്ട്രീയ റൈഫിൾസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം.